ഹായ് ഹലോ. അതെ, ഒന്ന് ഗുരുവായൂർ പോയാലോ? ഗുരുവായൂർ നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചിട്ട് കാര്യമല്ല. ഗുരുവായൂർ എത്തണമെന്നുണ്ടെങ്കിൽ കണ്ണനും കൂടി വിചാരിക്കണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എന്ന് വെച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇന്നലെ രാത്രി എടുത്ത തീരുമാനമാണ് ഗുരുവായൂർ പോവുക എന്നുള്ളത്. സമയം അതിനകത്തൊന്നും ആയില്ല കേട്ടോ, 6:50 ഉള്ളൂ. അപ്പം ഞാൻ ഗുരുവായൂർ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാറിനൊന്നുമല്ല. അതാണ് പെട്ടെന്ന് എടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞത്. ഗുരുവായൂർ പോകുന്നത് ബസ്സിനാണ്. അപ്പം നിങ്ങളൊക്കെ ചോദിക്കും, ഞാൻ ബസ്സിലൊക്കെ കയറുമോ, ഗുരുവായൂർക്കൊക്കെ പോവുമോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ സംഭവം എന്താണെന്നറിയാമോ, അരുണി നിന്ന് ഡ്യൂട്ടി ഗുരുവായൂരേക്കാണ്. അപ്പോൾ അവന് എന്നോട് പറഞ്ഞു, എനിക്ക് നാളെ ഗുരുവായൂർക്കാണ് ഡ്യൂട്ടി, ചിലപ്പോൾ അവിടെ റെസ്റ്റിംഗ് ടൈം ഉണ്ടാവും, എനിക്ക് അമ്പലത്തിൽ പോകണം എന്ന്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി മനസ്സിൻ്റെ ഉള്ളിലൊരു ചാഞ്ചാട്ടം. അവൻ ഞാൻ ചോദിച്ച്, ഞാൻ പിന്നെ ഞാനോട് വരട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങളൊന്ന് വായിക്കുന്നു പോലെയെന്ന് പറഞ്ഞു. അപ്പോൾ 7:30 ഉള്ളിലേക്ക് എത്തിക്കുമെന്ന് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പോവുകയാണ്. ഞാൻ മിനിയാന്നാണ് ഗുരുവായൂർ പോയിട്ട് വരുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ എന്ന് വെച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് പോകുന്നത്. ഞാൻ ഓടിക്കളിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, അവൻ്റെ ബസ്സിപ്പം വരി എഴുന്നേക്കാൻ കുറച്ച് ലേറ്റായതല്ല, എണീറ്റിട്ട് പിന്നെ കുറച്ചാടൊരു മടി പിടിച്ച് കിടന്നു. അതാണ് സംഭവം. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പോക്ക് ഗുരുവായൂരേക്ക്. അവിടെ എടുക്കണം മോനെ, വേണ്ടല്ലോ മഴയാണോ. അപ്പം അങ്ങനെയാണ്, എല്ലാവരോടും ബൈ പറയാണ്. കാരണം ഫോൺ വാങ്ങിയിട്ട് വേണം എനിക്ക് ഉള്ളിലേക്ക് ബസ് വേറെ കയറണം. അപ്പോൾ കണ്ണനെ കണ്ടിട്ട് വരാം കേട്ടോ. തരാ. വീട്ടിൽ നിന്ന് ഇറങ്ങി കവറിൽ അതുകൊണ്ടൊരു ഷർട്ട് എടുത്ത് വെച്ചതാണ്. ഓന് അവിടെ എത്തിയിട്ട് കാക്കി വിട്ടിട്ട് അമ്പലത്തിൽ പോകണമല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഷർട്ട് എടുത്ത് കയ്യിൽ പിടിച്ചതാണ്. ഞാനവൻ്റെ കൂടെ KSRTCയിൽ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന ദിവസം ഒരു കിലോമീറ്റർ കയറിയിരിക്കുന്നല്ലാതെ പിന്നെ കയറിയിട്ടില്ല. ഇപ്പോഴാണ് കയറുന്നത്. അമ്മ ഓണത്തിനേക്ക് വാങ്ങി തന്ന കോസ്റ്റ്യൂമാട്ടോ ഇത്. ഇപ്പോഴാടാ സമയം കിട്ടിയത്. കൃഷ്ണേട്ടാ, ഗുഡ് മോർണിംഗ്. നല്ലണ്ട്. ഓ, ഞാൻ ഗുരുവായൂർ പോവുക. എന്നാ നമ്മളെ മന്ത്രി പുറത്താക്കിയെന്നൊക്കെ കേട്ട് പുറത്താക്കിയാൻ വേണ്ടിയിട്ടുണ്ടാവുക.
നോക്കിയിട്ട് കാര്യമില്ല. ഇനി പുറത്തായി എന്ന് പറഞ്ഞാൽ പുറത്തായി. ഇല്ലേ ഓല് ഗണേശേട്ടനെ വിളിച്ചിപ്പോ പറഞ്ഞു. ഞാൻ പറയാൻ പറ ലൈറ്റ് കാപ്പി മധുരം കൂട്ടി. അച്ചാറുണ്ടോ? അച്ചാറുണ്ടോ? ഉച്ചക്ക് ചോറിന്റെ സൗകര്യം ചായ വേണം. വേണ്ട. ഗുരുവായൂരെത്തി തോണ്ട് കയറുന്ന ബസ്സില്ല ഞാൻ വന്ന്. ഒരു ചേച്ചി ഒരു വീഡിയോ ഇടാറില്ലേ, ദേ നോക്കിയ എൻ്റെ പുറകിലുള്ളതാന്ന് പറഞ്ഞിട്ട്, അതേപോലെ എൻ്റെ പുറകിലാണ് KSRTCൻ്റെ വർക്ക്ഷോപ്പുള്ളത്. ഇനി ആർക്കെങ്കിലും ഇതിലെങ്ങനെ പോകുമ്പം KSRTCൻ്റെ വർക്ക്ഷോപ്പിൽ കയറിയിട്ട് പിന്നെ ബ്രേക്ക് ശരിയാക്കണമെങ്കിൽ എന്നൊന്നും ഞാൻ പറയൂല കേട്ടോ. അത് വിചാരിച്ചിട്ടാരും നോക്കണ്ട. ഗുരുവായൂരെത്തി 11:30 നല്ല മഴ കോളുണ്ട്. മഴ പെയ്യുമെന്നറിയില്ല കേട്ടോ. പ്രതീക്ഷിക്കാതെ വിചാരിക്കാത്ത ഒരു വരവ് അതാണ്ടായത്. ഇങ്ങോട്ട് വന്ന കുട്ടികളുടെ ഞാൻ അതാക്കുന്ന അവഞ്ഞ നോട്ടം നോക്കുന്ന അത് അരനേട്ടൻ കേട്ടോ. അപ്പോണ് നല്ല മയക്കാറുണ്ട് ഗേസ്. ഒന്നും വിചാരിക്കരുത്. കൺവശ് വരുന്നോ ലിപ്സ്റ്റിക് വരുന്നോ നോക്കുക. 4-4.5 മണിക്കൂറായി ബസ്സിലിരിക്കണം. അതാ ഞാൻ മുടി കെട്ടിട്ടാളുടെ. ഓക്കെ, ഇവിടെ ഒരാൾ പറഞ്ഞപ്പാണ് ഞാൻ നോക്കി. ഞങ്ങൾ 2 സെയിം. അങ്ങനെ നമ്മൾ എന്താളും സെയിം കളറായ. ഞാൻ റോസും നീ ചോപ്പല്ല. അങ്ങനെ ഇവിടെ എങ്ങോട്ടാ? നടക്കാവുന്ന ദൂരമല്ലോ. എന്റെ പൊന്നോ ഓർമ്മിപ്പിക്കല്ലേടാ. ഞാനൊന്നല്ലേ ഒരു മിനിറ്റ്. വീഡിയോ എടുത്തേ കൊണ്ട് 2 ഉപകാരം. ആ കളറിന് നല്ല ചേരും. വീഡിയോ ഓഫ് അല്ല കേട്ടോ. എല്ലാരും പറയുന്നത് നീ താല്പര്യമില്ലാതെയാണല്ലോ എന്റെ വീഡിയോ എടുത്തത്. എന്റെ മുഖഭാവം അങ്ങനെയാണ്. അങ്ങനെ തന്നെ അല്ലെങ്കിൽ
മേടിച്ചു തന്ന ചുരിദാറാട്ടോ ഗൈസ്. ആരൊക്കെയോ കേട്ടോ. അവിടെ അതാട്ടാ അമ്പലം. ഇതിന് തിരണ്ട് വിട്ടിട്ട് സുഖ വെയിൽ അമ്പലത്തിൽ വന്ന് ചോറുന്നു ക്യൂ ആയി. ഏതാണ് ഇത് അമ്പലം തമ്മിൽ ആകെ 1/2 കിലോമീറ്റർ വ്യത്യാസമില്ല. ഈ ഇടയ്ക്ക് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട കമൻറ്റ് എന്താണെന്നറിയോ? എൻ്റെ മുടി വെപ്പാണ് എന്നുള്ളത്. എന്തല്ലേ ചെയ്യുക, നമ്മുടെ നാട്ടിൽ അസൂയക്ക് മാത്രമേ മരുന്ന് കണ്ടുപിടിക്കാത്തുള്ളൂ. കഷണ്ടിക്ക് സഹിതം മരുന്ന് കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ അവർ വെപ്പാണെന്ന് പറയുമ്പം നമ്മളല്ലാന്ന് പറയാൻ നിൽക്കരുത്, നമ്മളങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കണം. എന്നാൽ അവർക്കൊരു സമാധാനമായി. അങ്ങനെ കണ്ണനെയും തൊഴുത് ഇതേ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നായിരുന്നു കേട്ടോ. ഒരു ഇളനീരൊക്കെ കുടിക്കാമല്ലോ എന്ന് കരുതി. ഇവിടെ എനിക്ക് ഏറ്റവും വിഷമിപ്പിക്കുന്നൊരു കാര്യം എന്താണെന്നറിയോ? ഇതേപോലെ ഇവർക്ക് അവരുടെ കച്ചവടമാണ്, ലോട്ടറി കച്ചവടമാണ്. പക്ഷെ മേത്ത് തൊട്ട് കളിക്കുക ചെയ്യുക. എന്തിനാണെന്നുള്ളത് എനിക്കറിയില്ല. ബലം പ്രയോഗിച്ച് നമ്മളെ കൊണ്ട് ഇടിപ്പിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഒരേ വാക്കേ പറയാനുള്ളൂ, നിങ്ങൾക്കാണ് അടിക്കുക, നിങ്ങളാണ് ഭാഗ്യവതി. എല്ലാവരോടും പറയും, എല്ലാവർക്കും ഇതേ പറയാനുള്ളൂ. എന്നാലോ ആർക്കെങ്കിലും ഒരാൾക്കേ ഈ ലോട്ടറി അടിക്കുകയുള്ളൂ. ഈ വരുന്ന 10,000 ആൾക്കാരോടും ഇവർ പറയുന്ന ഒരൊറ്റ വാക്ക്, നിങ്ങൾക്കുള്ളതാണ്. അങ്ങനെ അവിടുന്ന് ഒരു ഇളനീരൊക്കെ കുടിച്ച്, ഈ ചൂട് സമയത്ത് ഇളനീര് കുടിക്കുക എന്ന് പറയുന്നത് അതിനേക്കാട്ടിലും മനസ്സിന് സമാധാനവും സന്തോഷവും തരുന്നൊരു സംഭവം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇളനീരൊക്കെ കുടിച്ചു. അങ്ങനെ ഗുരുവായൂരപ്പനോട് ഇവിടെ പറയുകയാണ്. ഇതേത് നട? പടിഞ്ഞാറ് നാടേ കൂടിയാണ് വന്നത്. ഈ ഭാഗത്തൂടെ നമ്മളങ്ങനെ വരലില്ലല്ലോ. നമ്മളെല്ലാം മെയിൻ നടയിൽ കൂടിയാണ് വരല്. പക്ഷെ ഇവിടെ തൊട്ടടുത്ത KSRTC. അവിടുന്ന് ഇവിടെ വന്നു, പ്രാർത്ഥിച്ചു, അപ്പുറം പോയി ഒരു കരിക്കൊക്കെ കുടിച്ചു. കറണ്ടില്ല, എന്നിട്ട് അലയാടെയൊക്കെ വിളിച്ചല്ലാത്ത. അപ്പം അങ്ങനെയാണ് പറയണമെന്ന് വിചാരിച്ചു. ഇനി ചോറുണ്ണണം, എന്നിട്ട് വേണം തിരിച്ചു പോകാൻ. ഏതായാലും അരു മനസ്സിന് ഭയങ്കര വിഷമടോ. അല്ല, ഗണേശൻ സാറ് നിന്നെ പുറത്താക്കിയില്ലേ? ഇനി എനിക്ക് പ്രൈവറ്റ് ബസ്സിൽ കയറാൻ പറ്റില്ല. പ്രൈവറ്റ് ബസ്സിലെ മുതലാളി എനിക്ക് പിന്നെ ബസ് ഇരൂലെന്ന് പറഞ്ഞു. പ്രൈവറ്റ് പോവാൻ കൊക്കിന് ജീവനുണ്ടായി ഞാൻ സമ്മതിക്കില്ല എന്ന് ഞാൻ അച്ഛനോട് പറയും കേട്ടോ. പക്ഷേ ഇവനോട് പറയും ഇനി പ്രൈവറ്റ് ബസ് പോട്. ആ ഒരു ബസ്സിൻ്റെ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുമ്പം കാണുന്നൊരു സുഖം നമ്മൾ KSRTCയിൽ കിട്ടൂല എന്നുള്ളത്. എന്നിട്ട് അച്ഛൻ ഇങ്ങനെ പറയും പ്രൈവറ്റ് പോകണ്ടെന്ന് പറയും, പ്രൈവറ്റ് പോകാം. അപ്പം ഞാൻ പറയും അച്ഛൻ ഇത് കൊക്കിന് ജീവനുണ്ട്, ഇത് അച്ഛൻ കാണുന്നുണ്ടാവും കേട്ടോ. എൻ്റെ കൊക്കിന് ജീവനുണ്ട് അച്ഛൻ, ഞാൻ അവനെ പ്രൈവറ്റിൽ വിടൂല എന്ന് പറയും. അച്ഛനെ അറിയാം ഞാൻ കുത്തിരിപ്പുണ്ടാക്കുന്നതെന്നുള്ളത് അച്ഛനെന്നറിയാം. അപ്പം അങ്ങനെയാണ്. എന്നിട്ട് ഒക്കെ കഴിഞ്ഞു തിരിച്ചു പോവാം. എന്താ ഫോൺ ചോദിക്കുന്നത്? ചീര ഇട്ടിട്ടുണ്ടോ? ചോറുണ്ട് ഗൈസ്.
ഭക്ഷണം കഴിച്ച് നേരെ പുറത്തിറങ്ങി. കുഞ്ഞൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഈ പിള്ളേരെ ഞാൻ കാണുന്നത് എവിടെയെന്നാന്ന് വെച്ചാൽ ഗുരുവായൂർ അമ്പലനടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിക്ക് എൻ്റെ കുറേ ഫോട്ടോസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു ഇവർ. അപ്പോൾ ഈ ഗുരുവായൂരേക്ക് വരികയെന്ന് കേട്ടപ്പം അവരും വന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഫോട്ടോസ് എടുത്താട്ടോ. അത് എവിടെയാണ് സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ KSRTC സ്റ്റാൻഡിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ്. അപ്പം എനിക്കൊരുപാട് സന്തോഷമായത് എന്താ വെച്ചാൽ വരുന്നോലും പോകുന്നോലൊക്കെ എന്ന് പറഞ്ഞതിൻ്റെ അതിൽ എന്നെ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. അവിടെ നിന്നൊരു കാറിൽ നിന്ന് ഒരു ടാക്സി ചേട്ടന് അവരുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് വൈഫിന് എന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവരൊക്കെ വന്ന് സെൽഫി എടുത്തു. അതൊക്കെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി. എനിക്ക് മുമ്പ് കിട്ടാത്ത എന്താ പറയുക, ഭയങ്കര സമൂഹ സപ്പോർട്ട് ഇപ്പം കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് നെഗറ്റീവുകൾ ഇറങ്ങുമ്പോൾ പലരുടെയും വിചാരം നമ്മളെല്ലാവരും തളർത്തും, അല്ലെ നമ്മൾ തളർന്നു പോവും എന്നൊക്കെയാണ്. പക്ഷെ അത് ചുമ്മാതാ. നമുക്ക് ആ സമയത്താണ് സമൂഹത്തിൻ്റെ കൂടുതലായിട്ട് സപ്പോർട്ട് കിട്ടുക. നമ്മൾ തളരരുതെന്ന് അവർക്കായിരിക്കും നിർബന്ധം. അതൊക്കെ കാണുമ്പം ഭയങ്കര സന്തോഷമാണ്. അപ്പം ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ബസ് കയറിയിരുന്നു. ഗോസിപ്പടിച്ചിറക്കിയ ആൾക്കാരോട് ദേ കണ്ടോ മുമ്പിൽ KSRTC എന്നുള്ളത്. ഗണേശൻ മന്ത്രി അവനെ പുറത്താക്കിയെന്നും അവന് KSRTCയിൽ ജോലിയില്ലാന്ന് എന്തെല്ലൊക്കെയാ പറയുന്നതെന്നാ. ഇവരുടെയൊക്കെ വർത്തമാനം കേട്ടാൽ തോന്നും ഇവർ പറയുന്നത് മാത്രമേ സത്യമുള്ളൂ എന്നുള്ളത്. ഏതായാലും ആദ്യമായിട്ടാണ് ഗുരുവായൂർക്ക് ഡ്യൂട്ടി കിട്ടിയത്. ആ ഡ്യൂട്ടിയിൽ എനിക്കും പോകാൻ പറ്റി, ഗുരുവായൂരപ്പനെ കാണാൻ പറ്റി. വലിയ സന്തോഷം. അങ്ങനെ നേരെ വീട്ടിലോട്ട് പോകും. വീഡിയോ തുടങ്ങാനുള്ള ഇൻട്രസ്റ്റ് ഒന്നുമല്ല കേട്ടോ വീഡിയോ അവസാനിപ്പിക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ടാവുക. ഏതൊരു വീഡിയോ എടുത്ത് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് വരുമ്പോഴേക്കും ഞാൻ ഏകദേശം ടയേർഡാവും. അപ്പം ഞാൻ വിചാരിക്കും ഓക്കെ ഇത് മതി, ഇനി വീഡിയോ എടുക്കണ്ട എന്നുള്ളൊരു ചിന്താഗതി കേട്ടോ. അതേപോലെ തന്നെയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയത്. കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ ഇന്നലെ ഗുരുവായൂർ പോയൊരു സംഭവം. അപ്പോൾ അത് ഒന്നാമത് ബസ്സിന് ട്രാവൽ ചെയ്തെല്ലാം കൂടിയും വന്നപ്പോഴേക്ക് ആകെ ടയേർഡായിക്ക്. അപ്പം എങ്ങനെയാണ് വീഡിയോ അവസാനിപ്പിക്കേണ്ടത് എന്നുള്ളൊരു പിടുത്തൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ ഏകദേശം ഒരു 6:30 ആയ സമയത്ത് ഞാൻ ഉള്ളേരി എത്തിയിട്ടുണ്ട്. ഉള്ളേരി ബസ് ഇറങ്ങി 4:45 ആയ സമയത്ത് കോഴിക്കോട് എത്തി. അവിടുന്ന് വീട്ടിൽ 5:20 5:30 കണ്ടാണ് ബസ് എടുത്തത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒന്നും എനിക്ക് എടുക്കാനുള്ള ആകെ ടയേർഡായി പോയിട്ടുണ്ടായി. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നുള്ള ഒരു ഇൻട്രസ്റ്റും ഇല്ല. അങ്ങനെ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി, ഒന്ന് കുളിച്ച് എവിടെയെങ്കിലും കിടന്നാൽ മതി എന്നുള്ളൊരു ചിന്താഗതിയിലാട്ടോ. അപ്പോൾ വീട്ടിൽ പിള്ളേരുണ്ട്, ഫുഡൊന്നും കുക്ക് ചെയ്ത് വെച്ചിട്ടില്ല രാവിലെ പോകുന്ന സമയത്ത്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു വീട്ടിലെത്തിയിട്ട് കുക്ക് ചെയ്യാം, വെറുതെ പിള്ളേരെ ഹോട്ടലിൽ ഭക്ഷണം കഴിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം ഹോട്ടലിൽ നിന്ന് അവർ ഒരുപാട് കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് കോഴിക്കോട് നിന്ന് ബസ് എടുത്ത സമയത്ത് എനിക്ക് വീട്ടിൽ പോയിട്ട് കുക്ക് ചെയ്യാനൊന്നും ആവില്ല എന്നുള്ളൊരു മട്ടായി. അങ്ങനെ 6:30 ആയപ്പം അവിടെ പുതിയൊരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മുമ്പിൽ എനിക്ക് ബസ് നിർത്തി തന്നു. അങ്ങനെ പിന്നെ അവിടെ ഇറങ്ങി അവിടുന്ന് ഫുഡൊക്കെ വാങ്ങി അവിടുന്ന് പിന്നെ കൊയിലാണ്ടിക്ക് ബസ് കയറി. പിന്നെ അക്കുഡേറ്റിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എന്തോ ദൂരം കൂടിയതുപോലെ ആട്ടോ എനിക്ക് തോന്നിയത്. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വീട്ടിലേക്ക് നടക്കാനുണ്ട്. എന്നെക്കൊണ്ട് നടക്കാനൊന്നും പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ ബസ്സിൽ ഇത്രയും ലോങ് ട്രാവൽ ചെയ്ത് ഏറിപ്പോയ ഒരു 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് അങ്ങനെ ട്രാവൽ ചെയ്തിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം. അത്രയും ലോങ് കിട്ടും. അപ്പോൾ പിന്നെ വീട്ടിലെത്തി നേരെ പോയി കുളിച്ച് ഭക്ഷണവും കഴിച്ച് ഒരു ലൈവിൽ ജസ്റ്റ് ഒന്ന് വന്നിട്ടുണ്ട്. ലൈവിലും വന്നിങ്ങനെ നേരെ കിടന്നുറങ്ങിയതാട്ടോ. അതായിരുന്നു ഗുരുവായൂർ യാത്രയുടെ ഒരു അവസാനം എന്ന് പറയുന്നത്. വളരെ ടയേർഡായി പോയിട്ടുണ്ട്. അങ്ങോട്ട് ഭയങ്കര ഇൻട്രസ്റ്റ്, അത് പൊതുവേ ഉള്ളതാണ്. ഗുരുവായൂരേക്ക് പോകുന്നതിൻ്റെ തലേദിവസം എനിക്ക് കിടന്നാൽ ഉറക്കം വരില്ല. പക്ഷെ പിറ്റേ ദിവസം ആ ഉറക്കിൻ്റെ ക്ഷീണമെല്ലാം കൂടി ആയിട്ടൊരു ഉറക്കമുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് 12 മണിയൊക്കെ ആയിട്ടുണ്ട് എഴുന്നേൽക്കുമ്പം. പിന്നെ ഫുഡൊക്കെ കുക്ക് ചെയ്തു, പിന്നെ കുളിച്ച് ഫ്രഷായി. അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യണ്ടേ. അപ്പം ഞാൻ ഇപ്പം എവിടെ എത്തി എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് പറയണ്ടേ എന്ന് കരുതിയിട്ട് പിന്നെ ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഇങ്ങനെയാണ് പ്രതീക്ഷിക്കാത്ത ഗുരുവായൂർ പോക്കിൻ്റെ ഒരവസാനം. എന്തോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ.
പെട്ടെന്ന് പിന്നെ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന്. ഞാൻ കേട്ടിട്ടുണ്ട് ഗുരുവായൂർ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരാൾ വിചാരിച്ചതുകൊണ്ട് മാത്രം നടക്കില്ല, കണ്ണനും കൂടി വിചാരിക്കണം അവിടെ എത്തണമെന്നെങ്കിലെന്ന്. അത് സത്യമാട്ടോ. എൻ്റെ കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിക്ക് എൻ്റെ ലൈഫിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ട് പിന്നെ 2-3 മാസം ഞാൻ തീരും ഗുരുവായൂരേക്ക് പോയിട്ടില്ലായിരുന്നു. എനിക്ക് എന്തോ സങ്കടമായിരുന്നു, ഞാൻ പോകില്ല എന്നുള്ള വാശിയായിരുന്നു. പിന്നെ ആ വാശിയും ആ സങ്കടമൊക്കെ മാറി പിന്നെയും പോകണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടോ. അതെന്തോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. കണ്ടാലും മതി വരാത്തൊരു സ്ഥലം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഗുരുവായൂരായിരിക്കും എന്ന് ഞാൻ പറയൂ കേട്ടോ. അത് പിന്നെ ഓരോരുത്തരുടെ കണ്ണിൻ്റെ കാഴ്ച പോലെയാണല്ലോ. ഏതായാലും ഇത്രയാണ് വിശേഷങ്ങളുള്ളത്. ഇനി അടുത്ത കാലത്ത് പോകുമെന്ന് എനിക്കറിയില്ല. പോവുകയാണെങ്കിൽ ആ വീഡിയോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരോടും വീഡിയോ ഇഷ്ടമായിക്കെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തെറി മാത്രം വിളിക്കരുത് ഗൈസ്. അപ്പോൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൂടി നമുക്കങ്ങനെ ഒരു തോണിയിലെന്ന പോലെ യാത്ര ചെയ്യാം. ഓക്കെ, ടാറ്റാ, ബൈ ഫ്രം ജിസ്ന സലീം.